മഴ ചാറുന്നാ തോന്നണേ. അകത്തുണങ്ങാനിട്ടോളൂ. എന്താ മോളെ? അലക്കാൻ പോയപ്പോ ഒരുത്തി ചോദിക്കുക, ഓരോ വേണ്ടാതേനും. എന്താ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ. മോളെ, ഇപ്പൊ തോന്നുന്നു അവള് പറഞ്ഞത് ശരിയാണെന്ന്. കനകേട്ടൻ പോയി. ഇനി എനിക്കെന്ത് കാര്യം ഇവിടെ? ഏതവളാ അത്? ഓ, ആ ലീല തന്നെയായിരിക്കും. നാണോ മാനോ ഇല്ലാത്തോള്. നാക്കിലാണെങ്കിലോ വിഷം. ഞാൻ ഇപ്പൊ തന്നെ അവളുടെ അഹമ്മതി തീർത്തു കൊടുക്കുന്നുണ്ട്. വേണ്ട, അമ്മ ചോദിക്കാനൊന്നും പോണ്ട. അവള് മാത്രമായിരിക്കില്ല, അങ്ങനെ വിചാരിക്കുന്ന പലരും ഉണ്ടാവും. മോൾ ഇനി തുണി അലക്കുന്നത് ഇവിടെ മതി. അതും ഇതും പറയാൻ ഇവിടെ ആരും കയറി വരില്ലല്ലോ. എനിക്കിവിടെ ഇപ്പോ ഒരവകാശം ഇല്ല എന്നുള്ളത് നേരല്ല അമ്മേ. എന്തിനു വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഒന്ന് മയങ്ങിപ്പോയി. ഞാൻ ആലോചിക്കുകയായിരുന്നു കസ്തൂരിയുടെ കാര്യമേ. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ നിൽക്കുന്നതില് അവക്ക് വിഷമമുണ്ട്. അവളങ്ങനെ പറഞ്ഞോ? ഇവിടിപ്പോ നമ്മളൊക്കെയല്ലേ ഉള്ളൂ. അന്യരൊന്നും അല്ലല്ലോ, പിന്നെന്താ? ആളുകൾ ഓരോരുത്തർ പലതും പറയും. അത് കേൾക്കുമ്പോ ഇവിടെ ഒരു അവകാശവും ഇല്ലാന്ന് അവക്കും തോന്നും. അച്ഛനെ ഇടത്തിയോട് അല്ല കസ്തൂരിയോട് ചോദിച്ചോ? ചോദിക്കാനും പറയാനൊന്നുമില്ല. അവക്കൊരു ജീവിതം വേണ്ടേ? വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ മനസ്സ് വരുന്നില്ല. അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. കണ്ണടയുന്നവരെ എനിക്ക് അവളെ കാണണം. ഈ അച്ഛന് വേറൊന്നും വേണ്ട. ഓഹോ, ഇതാണ് പണിയല്ലേ? പൊട്ടനാണെന്നും പറഞ്ഞ് ഓരോ തോന്നിവാസം പഠിപ്പിക്കാം. ഞാനോ? ഇവൻ തന്നെത്താൻ പഠിച്ചതാ. അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓ, എനിക്കാരെയും പേടിയില്ല. എടാ, നീ ചെറിയ കുട്ടിയല്ലേ? അത് പണ്ട്. ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നല്ല. അല്ല, ഊണായില്ലേ? അമ്മ എവിടെ? നടുവേനായിട്ട് കിടക്കുക. ഞാൻ വിളമ്പി തരാം, ഇരുന്നോളൂ. എന്താ കറി? സാമ്പാറാ. കടവത്ത് പോയിരുന്നെങ്കിൽ നല്ല കരിമീൻ കിട്ടിയേനെ. ആ, നാളെ ആവട്ടെ. കസ്തൂരി, എന്താ നീ വിളിച്ചത്? ഇനി എനിക്ക് അങ്ങനെ വിളിക്കാമല്ലോ. ഏടത്തിന്ന് വിളിക്കേണ്ടി വന്നപ്പോഴൊക്കെ പേര് വിളിക്കാനായിരുന്നു എനിക്കിഷ്ടം. ഇനിയിപ്പോ നമ്മുടെ കല്യാണം അതുടനെ നടത്താമെന്ന് അച്ഛൻ പറഞ്ഞത്. ഇല്ല, അത് നടക്കില്ല. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കസ്തൂരി, ഞാൻ ഇറങ്ങിപ്പോ.
മതി. ആ അതിന് മാത്രം ഒന്നും കഴിച്ചില്ലല്ലോ. കല്യാണം കഴിക്കാൻ നടരാജന് 100 പെണ്ണുങ്ങളെ കിട്ടുമല്ലോ. പിന്നെ എന്തിനാ വെറുതെ? വേറെ പെണ്ണിന് കിട്ടാഞ്ഞിട്ടല്ല. അല്ല, അവളെ തന്നെ വേണമെന്ന് എന്താ എത്ര നിർബന്ധം? ഉള്ളിൽ അമൃതം കത്തുന്ന തീ പിന്നെ ആളി കത്തിച്ച അച്ഛൻ. അച്ഛൻ ആദ്യം പറഞ്ഞപ്പോ ഒന്ന് മൂളിയാ മതിയായിരുന്നു. അവൾ എന്റെ രായനെ. ഏട്ടന് വേണ്ടി കണ്ട പെണ്ണല്ലേ, നല്ലതാവില്ലെന്ന് തോന്നി അല്ലേ? ഈ ആണുങ്ങളെ മനസ്സിലാക്കാൻ വലിയ പാടാ. നാണം കെടുത്തില്ലേ? എല്ലാരും കൂടെ ഒരു നാണം കെടുത്തില്ലേ? ചിരിക്കുക ആളുകള്. ഒന്ന് പോലെ ആലോചിച്ച് തീരുമാനിച്ചൊരു കല്യാണം. ഞാനും ഒരാണ് തന്നെയാ. വേദന കുറവില്ലേ? ഇതങ്ങനെ കുറയുന്ന വേദനയല്ല, മനസ്സ് പെടയ. അപ്പോഴത്തെ ദേഷ്യത്തിന് അവൻ കുറ്റം എന്റെ തന്നെയാ. ഇതൊക്കെ ഞാൻ അനുഭവിക്കണം. വാണിയംകുളത്തെ കാലിച്ചന്തേന്ന് വാങ്ങിയാ പോരായിരുന്നോ കാളെ? ഇനിയിപ്പോ എന്തിനാ അതൊക്കെ പറയണേ? എന്നോ കഴിഞ്ഞ കാര്യം. വേറെ ആരുടെയെങ്കിലും കൂടെ എത്ര സന്തോഷമായിട്ട് കഴിയേണ്ടതായിരുന്നു അവള്.